ഞാൻ പല വീഡിയോയിലായിട്ട് പറയുന്നുണ്ട്, ഇന്ത്യ ഗവൺമെൻറ് അവരുടെ മാക്സിമം ഡിപ്ലോമാറ്റിക്കലി മറ്റുള്ള രീതിയിൽ പണിഷ്മെൻറ്റ് കിട്ടിയാൽ അതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കുന്നു. അഡാനി ഇഷ്യൂ, റിലയൻസിൻ്റെ ഇഷ്യൂ, ഇതൊരു ഭാഗത്ത് കിടക്കുന്നു. സെർജിയോ ഗോറുമായിട്ട് അമേരിക്കയുടെ ഇന്ത്യൻ അംബാസഡറുമായിട്ട് പരിശ്രമിക്കുന്നു റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാൻ. അതേപോലെ തന്നെ വലിയൊരു ഏജൻസിയെ, അമേരിക്കയിൽ ലോബിയിങ് ഏജൻസിയെ വെച്ചിരിക്കുകയാണ്. RSSൻ്റെ ഔട്ട്റീച്ച് പോകുന്നു, അത് പോകുന്നു, ഇത് പോകുന്നു. അമേരിക്ക റിലീജിയസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് വരുന്നു. അപ്പം ചില സുഹൃത്തുക്കളൊക്കെ അതിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പം ഞാൻ എന്താണ് പറയുന്നത്, ഏത് രീതിയിലാണ് ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് പഴയ പോലെ ബിൽഡപ്പ് ചെയ്യാൻ സാധിക്കുന്നത്? ഒരു കാര്യം പറയാം, ഞാൻ അത്രയും വലിയ ആളൊന്നുമല്ല. ഞാനൊരു വളരെ ലോ പ്രൊഫൈലായിട്ടുള്ള ജേർണലിസ്റ്റ് തന്നെയാണ്. പക്ഷേ ഈ അമേരിക്കയിലുള്ള ഇപ്പോൾ ഭരിക്കുന്നവരുടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചില ലീഡേഴ്സിനെ, അതായത് ക്രൂഷ്യലായിട്ട് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുന്ന പല ആൾക്കാരെയും അറിയാം പേഴ്സണലി. ഇവരോടൊന്നും നമ്മൾ ഈ പറയുന്ന ഡിമാൻഡുകളും പറയുന്ന സംഭവങ്ങളെ പറ്റി ഒന്നുമല്ല ഞാൻ ഈ പറയുന്നത്. അപ്പം ഞാനിത് പറഞ്ഞാൽ അത് കേൾക്കണമെന്നൊന്നുമില്ല, കാരണം അവരൊക്കെ വലിയ ഹൈ പ്രൊഫൈലായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ ഇതിനകത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മാക്സിമം ട്രൈ ചെയ്യുകയാണ് അമേരിക്കയുമായിട്ട് പഴയ റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക. അത് എല്ലാവരും എഗ്രി ചെയ്യുന്നു. ഇന്ത്യയുടെ എക്കണോമിക് എക്സ്പേർട്ടുകളും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അവർ തന്നെ പറയുന്നു, ഏതെങ്കിലും രീതിയിൽ പഴയ ബന്ധം അമേരിക്കയോട്ട് ഉണ്ടായില്ല എങ്കിൽ ഇന്ത്യയുടെ വരാൻ പോകുന്ന ഇന്ത്യയുടെ എക്കോണമി അല്ല, ഈ പറയുന്ന ഇന്ത്യക്ക് മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ വലിയ ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും. അതായത് നമ്മൾ റിസഷനെ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഗ്ലോബൽ സൗത്ത് സമ്മിറ്റും ഒക്കെ നടത്തി. പക്ഷെ കാര്യമുണ്ട്, നമുക്ക് ഈ പറയുന്ന ഐക്കകത്ത് ഒരു പുല്ലും ചെയ്യാൻ സാധിച്ചില്ല. ഒന്നും ആ വർക്കുകൾ മുഴുവൻ ഇനി ചൈനയിലോട്ടും മറ്റുള്ള രാജ്യത്തോട്ടുമാണ് പോകുന്നത്. അവരാണത് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അവിടെ നിൽക്കട്ടെ. പക്ഷെ എങ്ങനെയാണ് അമേരിക്കയുമായിട്ട് ബന്ധം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? മനസ്സിലാക്കേണ്ടത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യയുടെ എൻവോയ്, ഇസ്രായേലിലുള്ള എൻവോയ് ബെഞ്ചമിൻ നെതന്യാഹു, ഇന്ത്യൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനൊക്കെ സംസാരിച്ചു. അവിടെയൊക്കെ ഈ പറയുന്ന ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ പറയുന്നത് ട്രംപിനെ ഡീല് ചെയ്യാൻ പഠിക്കണം. അത് ഭയങ്കര അതൊരു തന്മയത്തമായ രീതിയിലുള്ള ഡീലിംഗ് ആണ്. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മാറുവാണെങ്കിലും ഏതായിരിക്കും അമേരിക്കൻ സക്സസീവായിട്ടുള്ള ഗവൺമെൻറ്, വേറെ ആര് വന്നാലും ഈ പോളിസി ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ട്രംപിനെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതൊക്കെയാണ് ഇസ്രായേലി പത്രങ്ങളിലും വന്ന റിപ്പോർട്ട്. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഈ രീതിയിലാണ് ബെഞ്ചമിൻ നെതന്യാഹു പോലും ഉപദേശിച്ചത്. അപ്പം നമുക്ക് കുറച്ച് ചരിത്രത്തിലോട്ട് പോകാം. 1971 വാർ സമയത്ത് ഇന്ത്യ അമേരിക്കയും തമ്മിൽ ഭയങ്കരമായിട്ട് തെറ്റി. അമേരിക്ക പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തു. അവസാനം ഇന്ത്യ ഇസ്ലാമാബാദ് പിടിക്കുന്ന രീതിയിൽ, ലാഹോർ പിടിക്കുന്ന രീതിയിലോട്ട് പോകുന്ന കഴിഞ്ഞ സമയത്താണ് അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന 7th ഫ്ലീറ്റ്, അതായത് 7ാം നാവിക കപ്പൽ എൻ്റർപ്രൈസ് അവർ ഇന്ത്യൻ മഹാസമുദ്രത്തിലോട്ട് അയക്കുവാണെന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലത്തെ MP പ്രേമചന്ദ്രൻ പറയുന്നു, അതൊന്നും ഇന്ദിരാഗാന്ധി പേടിച്ചില്ല. ഇന്ദിരാഗാന്ധി അങ്ങനല്ല, അതിൻ്റെ യാഥാർത്ഥ്യം ഈ പറയുന്ന വലിയ പഴയ ചരിത്രമൊന്നുമല്ല. അമേരിക്ക ഇന്ത്യക്ക് ആ താക്കീത് കൊടുത്തു ഇന്ദിരാഗാന്ധിക്ക്. ഇന്ദിരാഗാന്ധി പെട്ടെന്ന് പോയി ഈ വാറങ്ങ് നിർത്തി. ഇതാണ് ഉണ്ടായത്. അല്ലാതെ അമേരിക്ക തള്ളിയൊന്നും പറഞ്ഞില്ല. പക്ഷേ അതിനുശേഷം ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പ് വളരെ മോശമായിട്ട് പോയി. വളരെ വളരെ മോശമായിട്ട് പോയി. അപ്പം ഇന്ത്യക്കും അമേരിക്കയുമായിട്ട് പിന്നെ ബന്ധത്തിൽ വരണമെന്ന് താല്പര്യമുണ്ട്. അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരണം താല്പര്യമുണ്ട്. കാരണം ആ രീതിയിലോട്ട് ഇന്ത്യക്ക് പോകണം. കാരണം ഇന്ത്യയും സാമ്പത്തികമായ ക്രൈസിസിലോട്ട് പോവുകയാണ്. കാരണം ആ സമയത്ത് വളരെയധികം ഇന്ത്യക്കാർ അമേരിക്ക ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സന്ദർഭത്തിലാണ് ഈ ബില്ലി ഗ്രഹാം, അതായത് അമേരിക്കൻ ഇവാഞ്ചലിസ്റ്റാണ്, നിങ്ങൾ കേട്ട് കാണും ബില്ലി ഗ്രഹാം. അപ്പം അദ്ദേഹത്തെ ഇന്ത്യയിലപ്പം നാഗാലാൻഡിൽ ഒരു റിവൈവൽ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട്
അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ് വിസ കൊടുക്കുന്നു. അപ്പോൾ ഇന്ന് അറൈവൽ ഓൺ വിസ, അന്ന് അറൈവൽ ഓൺ വിസ അല്ല, വിസ കൊടുക്കണം. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അതായത് പ്രതിനിധിയായിട്ട് ഈ ബില്ലി ഗ്രഹാം ഇന്ത്യയിൽ വരികയാണ്. അപ്പോൾ ഈ പറയുന്ന ഈ റിവൈവൽ, അതായത് ഏകദേശം 50 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. 50 years ബാക്ക്, 50 വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത്. ബില്ലി ഗ്രഹാം വരുന്നു, ഈ റിവൈവൽ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുന്നു. ഫസ്റ്റ് റിവൈവൽ ഫെസ്റ്റിവലാണ് നാഗാലാൻഡിൽ നടക്കുന്നത്. അതിനുശേഷം ഇന്ദിരാഗാന്ധിയുമായിട്ടൊരു നീണ്ട ചർച്ച ചെയ്യുന്നു. ഈ ബില്ലി ഗ്രഹാമാണ് പിന്നീട് അമേരിക്കയിൽ പോയിട്ട് അമേരിക്കൻ പ്രസിഡൻറ്റുമായിട്ട് ഡിസ്കഷൻ ചെയ്തിട്ട് ഇന്ത്യയുമായിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ പോയ റിലേഷൻഷിപ്പ് വീണ്ടും ഉണ്ടാക്കിയെടുക്കുന്നത് ഈ സുവിശേഷകനായ ബില്ലി ഗ്രഹാമാണ്. അത് ഞാൻ ഈ പറഞ്ഞു വരുന്നത്, അമേരിക്ക ഭരിക്കുന്നവർക്ക് ഇതേപോലെയുള്ള അവിടുത്തെ ടോപ്പ് മോസ്റ്റ് സുവിശേഷകരുമായിട്ട് നല്ല ബന്ധമാണ് ഉള്ളത്. കാരണം ഇവരുടെയൊക്കെ സ്പിരിച്വൽ ഫാദറും അതേപോലെ ഇവർ സ്പിരിച്വൽ ഗുരു എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന സീനിയറായിട്ടുള്ള അവിടെ അമേരിക്കയിൽ അറിയപ്പെടുന്ന ഇതേപോലെയുള്ള പാസ്റ്റേഴ്സും മറ്റുള്ളവരൊക്കെയാണ്. ഈ സന്ദർഭത്തിൽ ഇന്ത്യ ഗവൺമെൻറ് മാക്സിമം ട്രൈ ചെയ്തു. എല്ലാ രീതിയിലുള്ള ഔട്ട്റീച്ച് നോക്കി, ഇതൊന്നും നടക്കുന്നില്ല. ഇവിടെ എൻ്റെ ഒരു സജഷൻ, ഞാൻ ഈ പറയുന്ന പല അമേരിക്കൻസുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച മോദി ഗവൺമെൻറ് ഇതേപോലെയുള്ള ഒരു വളഞ്ഞ വഴി ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം ട്രംപിന് ഇങ്ങനെയുള്ളവരെ ഭയങ്കര ബഹുമാനമാണ്. അതതിൻ്റെ കാര്യം. കാരണം ഇപ്പം നിങ്ങൾക്കറിയാം, അമേരിക്ക DC-യിൽ അതായത് 250 years അതിൻ്റെ വലിയ പ്രയർ ഫെസ്റ്റിവലും ഒക്കെ റീഡയറക്റ്റിങ് അമേരിക്ക എന്നും പറഞ്ഞുകൊണ്ട് വലിയ സംഭവം നടക്കുകയാണ്. ഇതിൻ്റെ അത് മുഴുവനും പ്രയർ സോങ്ങും അതും ഇതും ഒക്കെയാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഭരിക്കുന്ന സമയത്ത്. ഇപ്പം ഇവിടെ ചെയ്യേണ്ടത്, ഈ പറയുന്ന ട്രംപുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളയാളാണ് ഇന്ത്യ ഗവൺമെൻറ് വിസ നിഷേധിച്ച ബില്ലി ഗ്രഹാമിൻ്റെ മകനായ ഫ്രാങ്ക്ലിൻ ഗ്രഹാം. അതായത് ചരിത്രം വീണ്ടും ആവർത്തിക്കും. ഈ പറയുന്ന ഫ്രാങ്ക്ലിൻ ഗ്രഹാമുമായിട്ട് ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സ് മോദിയുടെ എൻവോയ്സ് നേരിട്ട് ബന്ധപ്പെടണം. ഇതാണ് എൻ്റെ ഒരു സജഷൻ. ഞാനിത് പല ആൾക്കാരും ചോദിച്ചിട്ട് തന്നെയാണ് ഇത് പറയുന്നത് സംഭവം. അപ്പം അതുകൊണ്ട് തന്നെയാണ്, അപ്പം എൻ്റെ ഒരു ആശയമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ പറയുന്ന ഫ്രാങ്ക്ലിൻ ഗ്രഹാമുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അയാളത് കൃത്യമായിട്ട് ആ മെസ്സേജ്, അതായത് പിണക്കമെല്ലാം മാറി മുന്നോട്ട് പോകാം എന്ന് ട്രംപിനോട് പറഞ്ഞാൽ പിന്നെ ട്രംപ് ഈ ഇന്ത്യയുടെ ഈ മോദിയുമായിട്ടുള്ള വിഷയം പിന്നോട്ടുണ്ടാവത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന് ഈ പറയുന്ന ട്രംപുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പിനേക്കാൾ ഉപരിയായിട്ട് അയാളുടെ ഒരു സ്പിരിച്വൽ ഗുരു കൂടിയാണ്. കാരണം പ്രധാനപ്പെട്ട ഇന്നത്തെ അമേരിക്ക അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു സംഭവമുണ്ട്. അവരിപ്പോൾ ഇറാൻ വാറാണെങ്കിലും മറ്റെന്ത് വാറാണെങ്കിലും അവരെല്ലാം പോകുന്നതിന് മുമ്പ് വലിയൊരു പ്രയർ മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ആ പ്രയർ മീറ്റിങ്ങിനകത്ത് പോളോ വൈറ്റ് അങ്ങനെ പല പല ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെ സ്പിരിച്വൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ തുറന്നിരിക്കുകയാണ്. അപ്പോൾ ഈ ട്രംപിനെ സ്വാധീനിക്കാൻ കഴിയുന്നവർ ഇതേപോലെയുള്ള ആൾക്കാരാണ്. അല്ലാതെ ഡിപ്ലോമസിയിൽ ഇതേപോലെ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സും അവിടുത്തെ ഡിപ്ലോമാറ്റ്സും ഒന്ന് സംസാരിച്ചിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഫ്രാങ്ക്ലിൻ ഗ്രഹാം അതേപോലെയുള്ള ആൾക്കാരെ, അല്ലെങ്കിൽ അമേരിക്കയുടെ ഇസ്രായേലി അംബാസഡർ മൈക്ക് ഹക്കാബ്, അയാൾ ബേസിക്കലി ഒരു ബാപ്റ്റിസ്റ്റ് പാസ്റ്ററാണ്. അതേപോലെ തന്നെ ട്രംപുമായിട്ട് നല്ല ബന്ധമാണ് ഇവർക്ക്. അയാൾ ത്രൂ ഈ പരിപാടികളൊക്കെ നടക്കാം. അതായത് ബെഞ്ചമിൻ നെതന്യാഹു ത്രൂ ഈ പരിപാടി നടക്കത്തില്ല. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ താല്പര്യമായിരുന്നു അമേരിക്കയെ ഈ വാറിൽ കൊണ്ടുവരിക. അതിനകത്ത് അയാൾ ഉപയോഗിച്ച വഴികളൊക്കെ മൈക്ക് ഹക്കാബി ഇങ്ങനെയുള്ളവരെ വെച്ചാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക. അതായത് G7 സമ്മിറ്റ് കാനഡയിൽ നടക്കുന്ന സമയത്ത് അമേരിക്ക വന്ന് ബോംബ് ചെയ്യണം, ബങ്കർ ബസ്റ്റർ. ആദ്യം അമേരിക്ക പറഞ്ഞു ഇടപെടത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ മൈക്ക് ഹക്കാബിയെ കൊണ്ട് ഇസ്രായേലി പ്രധാനമന്ത്രി അത് ദൈവിക സംഭവമാണ്, ബിബിളിക്കലി ഇങ്ങനെ പറയുന്നുണ്ട്
എന്നൊക്കെ പറഞ്ഞൊരു മെസ്സേജ് അയക്കുന്നു. ഈ പറയുന്ന അമേരിക്കയുടെ ഈ പാസ്റ്റേഴ്സ്, ഇസ്രായേലുമായി ബന്ധമുള്ള പാസ്റ്റേഴ്സിനെ കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റിനോട് പറയുന്നു, അയാളത് കേട്ടു. മനസ്സിലാക്കുക, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് പോലും ഈ പറയുന്ന ക്രൂഷ്യൽ ഡിസിഷൻ അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അയാൾ ഉപയോഗിക്കുന്ന ചാനൽ ഇതാണ്. അമേരിക്കയിലെ പാസ്റ്റേഴ്സിനെ ഇവരെ കൊണ്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇത് ആദ്യം മനസ്സിലാക്കിയിരിക്കുക. കാരണം ട്രംപ് അഡ്മിനിസ്ട്രേഷന് ഏറ്റവും ബഹുമാനമുള്ളതും ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള അലയൻസ് പാർട്ട്നേഴ്സ് അല്ല, ഏറ്റവും അടുപ്പമുള്ളവർ ഈ പറയുന്ന പാസ്റ്റ് ഗ്രഹാം, ഫ്രാങ്ക്ലിൻ ഗ്രഹാമും അത് മൈക്ക് ഹക്കാബ്, ഇങ്ങനെ പോളോ വൈറ്റ്, ഇങ്ങനെയുള്ളവരാണ് ഏറ്റവും സ്വാധീനമുള്ളവർ. അപ്പം ഇവർ ത്രൂ ആണ് ഇനി ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ മറ്റുള്ള ഡിപ്ലോമസി പോയി കഴിഞ്ഞാൽ നമ്മൾ റിലയൻസിൻ്റെ 300 ബില്യൺ അവിടെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, അഡാനിയുടെ 10 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ പണിഷ്മെൻറ്റ് ഈ പണിഷ്മെൻറ്റ്, അതേപോലെ തന്നെ അമേരിക്കൻ പ്രോഡക്റ്റ് വാങ്ങാനും ഡോട്ട് ലൈൻ്റെ ഇത്ര ഹ്യൂജ് ആയിട്ടുള്ള ട്രേഡിൻ്റെ ഇഷ്യൂസ്, ഇതൊന്നും പഴയ രീതിയിൽ ഇത് പഴയ ഇന്ത്യ മോദി ട്രംപ് റിലേഷൻഷിപ്പ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന പോലെ പഴയ രീതിയിലാകുവാൻ ഈ സംഭവം ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു ഉപയോഗിച്ചിരിക്കുന്ന വഴി. കാരണം അത് വൈറ്റ് ഹൗസിനകത്തും ട്രംപിൻ്റെ അടുത്ത റീച്ച് കിട്ടി. ട്രംപ് ആ കാര്യങ്ങൾ നടത്തി കൊടുത്തു. ഇങ്ങനെ നടത്തി കൊടുക്കുവാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വരാൻ പോകുന്ന വലിയ ക്രൈസിസ്, സാമ്പത്തികമായ ക്രൈസിസ് നമുക്ക് ഈസി ആയിട്ട് ഓവർകം ചെയ്യാൻ. ഉറപ്പായിട്ടും അതിനകത്ത് അമേരിക്കൻ ഡിമാൻഡുകളുണ്ടാകും. ഈ പറയുന്ന അമേരിക്കൻ സുവിശേഷകർ ഇന്ത്യയിൽ വരുന്ന കാര്യത്തിൽ പല ആൾക്കാർക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് അവർക്ക് വഴിയൊരുക്കി കൊടുക്കണം. അതിനകത്ത് പിന്നെ റെസ്ട്രിക്ഷൻസും പ്രശ്നവും ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം പിന്നീട് അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് കുഴിയിൽ നിന്നും അധോഗതിയിലോട്ടായി പോകുന്നത്. അതേപോലെ ക്രിസ്ത്യൻസിനെതിരെയുള്ള അറ്റാക്ക്, അത് പൂർണ്ണമായിട്ടും മോദി ഗവൺമെൻറ് തന്നെ കൺട്രോൾ ചെയ്യണം സ്റ്റേറ്റിനെ വെച്ച്. കാരണം ഇനി കാരണം ഞാനിത് പറയാനുണ്ടായ കാരണം വളരെ സീനിയർ ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ചില പ്രവിശ്യയിലുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ട്രംപുമായിട്ടൊക്കെ അടുപ്പമുള്ളവർ, ഇപ്പം ഞാൻ ഇന്ത്യ അമേരിക്ക റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ ഇന്ത്യയിലുള്ള ചെറിയ ചെറിയ ചർച്ചകളെയും പാസ്റ്റർമാരൊക്കെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഇങ്ങനെ അയച്ചു തന്നുകൊണ്ടിരിക്കുക. അപ്പം ഇതിനൊക്കെ എന്തും മറുപടിയാണ് കൊടുക്കാൻ പറ്റുന്നത്? അപ്പം ഇതെല്ലാം ഈ പറയുന്ന വൈറ്റ് ഹൗസും അവരെന്തെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആരും മനസ്സിലാക്കുക, അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം ഒരു ഹാർഡ് കോർ ക്രിസ്ത്യൻ ഫൗണ്ടേഷനിലുണ്ടായ രാജ്യമാണ്. അവരത് ഒരു കാരണവശാലും അത് കോംപ്രമൈസ് ചെയ്യത്തില്ല. അത് ടേക്ക് ഇറ്റ് ഫ്രം മീ. കാരണം നിങ്ങൾ ആ രാജ്യത്തെ പറ്റി പഠിച്ച് മനസ്സിലാക്കുക. അവരതിനകത്ത് കോംപ്രമൈസ് ചെയ്യത്തില്ല. ആരാണെങ്കിലും കോംപ്രമൈസ് ചെയ്യത്തില്ല. അതിന് മോദിയല്ല, അതാണെങ്കിലും ഇതാണെങ്കിൽ പോലും കോംപ്രമൈസ് ചെയ്യത്തില്ല. അവരത് പുറകെ വെക്കും, മറ്റുള്ള കാര്യങ്ങൾ പറയും. ഇതാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അത് ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. യഥാർത്ഥ ഇഷ്യൂ എന്തുവാ? ആ ഇഷ്യൂ എന്ന് പറയുന്നത് അവർക്കത് പോസിറ്റീവായിട്ട് അതിൻ്റെ റിസൾട്ട് കൊടുക്കണം. അതേപോലെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അമേരിക്കൻ കോർപ്പറേഷൻ, അവിടുത്തെ ബിഗ് ജയൻസ് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യത്തുള്ളൂ. ഈ ട്രംപ് പറഞ്ഞാൽ മതി. അമേരിക്കൻ കമ്പനികളോട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇരുന്ന് ട്രംപ് പറഞ്ഞാൽ മതി, നിങ്ങൾ ഇന്ത്യയിലോട്ട് പോവുക. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി. ഈ പറയുന്ന 0 FDI ആണ്. ഒറ്റ ഒരാൾ വരുന്നില്ല. ഈ സാധനം നാളെ മുതൽ വീണ്ടും വരാൻ തുടങ്ങും. ഇന്ത്യയിൽ ഹ്യൂജായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇന്ത്യയുടെ പ്രശ്നം മാറും. ഇന്ത്യയുടെ ജോബിൻ്റെ ഇഷ്യൂ മാറും. ഇന്നത്തെ മീഡിയ റിപ്പോർട്ടിൽ തന്നെ ഉണ്ട്, മെറ്റ ഏകദേശം 8000 പേരെയാണ് ലേ ഓഫ് ചെയ്യുന്നത്. അതിൻ്റെ അത് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരാണ്. മെറ്റ എന്ന് പറയുന്ന ഫേസ്ബുക്ക്. അതായത് IT കമ്പനികളെല്ലാം ഇന്ത്യയിൽ ശരിക്കും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരാൻ അവരുടെ എക്സ്പാൻഷൻ പരിപാടി നടന്നില്ല എങ്കിൽ കൃത്യമായിട്ട് പറയും, ഇന്ത്യയുടെ IT കമ്പനികൾ ഫർദർ ഓടാൻ പറ്റത്തില്ല. മനസ്സിലാക്കുക, ഗ്രാജുവലായിട്ട് ഇത് മൂവ്മെൻറ്റ് ഇന്ത്യയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അതായത് അമേരിക്കയുടെ ഡിമാൻഡാണ് നിയർ ഷോർ. അതേപോലെ H1B വിസ ഈ ട്രംപിനെ കൊണ്ട് മാറ്റി പറയിപ്പിക്കാം. ഗ്രീൻ കാർഡ് മാറ്റി പറയിപ്പിക്കാം. ഇന്ത്യൻ സ്റ്റുഡൻസിനോട് പഠിക്കാനുള്ള ഫെസിലിറ്റീസിൻ്റെ കാര്യം ചെയ്യിപ്പിക്കാം. ഇതൊക്കെ മോദി മനസ്സിലാക്കേണ്ടത്
മോദി അഡ്മിനിസ്ട്രേഷനിൽ ഇവിടെയുള്ള BJPക്കാരും മനസ്സിലാക്കേണ്ടത് അമേരിക്കൻസ് പൊട്ടന്മാരല്ല. ഈ ട്രംപ് പൊട്ടനൊന്നും അല്ല. അയാൾ മുടിഞ്ഞ കച്ചവടക്കാരനും ബിസിനസ്സുകാരനുമാണ്. പക്ഷെ അയാളുടെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാക്കണം, ഈ പറയുന്ന ക്രിസ്ത്യൻ ഫൗണ്ടേഷൻ ഒരു ഇൻട്രസ്റ്റാണ് അവരുടെ. അങ്ങനെയാണ് അയാൾ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്നത്. ഇവരുടെയൊക്കെ സപ്പോർട്ട് ബേസിലാണ്. ആ ഇൻട്രസ്റ്റ് ഇന്ത്യയിൽ അത് എതിരല്ല എന്നുള്ള ധാരണ അതവർക്ക് ഉറപ്പ് കൊടുക്കുക തന്നെ ചെയ്യണം. ഈ കാര്യങ്ങൾ സ്മൂത്തായിട്ട് നടക്കും. അതായത് ഞാൻ ഈ പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു, ഫ്രാങ്ക്ലിൻ ഗ്രഹാം അല്ലെങ്കിൽ മൈക്ക് ഹക്കാബെ ഇത് ത്രൂ ആണ് ഇനി ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ട്രംപിനെ നമുക്ക് വീണ്ടും മോദിയുടെ പോക്കറ്റിലിടാം. അല്ലെങ്കിൽ ഈ ട്രംപ് അങ്ങനെയൊന്നും വഴങ്ങുന്ന ആളല്ല. അത് ചൈന ഇഷ്യൂ ആണെങ്കിലും മറ്റേത് ഇഷ്യൂ എടുത്താലും ട്രംപിനെ അങ്ങനെ പോക്കറ്റിലിടുക എന്ന് പറയുന്നത് ദുഷ്കരമാണ്. ഡിപ്ലോമാറ്റിക് സംഭവത്തിലൊന്നും പോകത്തില്ല. ഈ രീതി ഒന്ന് അവലംബിച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതിനൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയുണ്ട്.